ഹലോ. സുരേഷ് ഗോപിയുടെ മുകളിലെ കല്യാണത്തിന് വന്ന മമ്മൂക്കയെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തു, ലാലേട്ടനെ ചെക്ക് ചെയ്തില്ല തുടങ്ങിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ കാര്യങ്ങൾ ഘോരഘോരമായി സംസാരിക്കുന്നതിനിടയിൽ മിസ് ഔട്ടായി പോയ ഒരു ചെറിയ കാര്യമുണ്ട്. ആ ചെറിയ കാര്യത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. അതായത് നമ്മളൊരു ആഗോള യുദ്ധത്തിന്റെ വക്കിലാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, ഈ സെക്യൂരിറ്റി ചെക്ക് സംബന്ധിച്ച ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കിൽ എന്തായിരിക്കാം സംഭവിച്ചത് എന്ന അനാലിസിസ് ആണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ 2 ദിവസം മുമ്പ് ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ ആക്രമണത്തിൽ 12ഉം 8ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് ഇറാനെതിരെ പ്രവർത്തിക്കുന്ന ജെയ്ഷ് അൽ അദിൽ എന്ന ഭീകരവാദി സംഘടനയ്ക്കെതിരെയാണ് ആക്രമണം എന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നാൽ അതിൽ കൊല്ലപ്പെട്ടത് 2 പെൺകുട്ടികളാണ്. ഇറാൻ പറയുന്നത് അത് ഈ തീവ്രവാദികളുടെ കുടുംബാംഗങ്ങളാണ്. തീവ്രവാദികളുടെ കുടുംബാംഗങ്ങളും അവരോടൊപ്പമാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത് എന്നാണ്. ഓൾറെഡി ആഭ്യന്തര പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ഞെരുങ്ങി കഴിയുന്ന പാകിസ്ഥാന് ഈ ഇറാന്റെ ആക്രമണം ഒരു കൂനിന്മേൽ കുരു പോലെയാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് പാകിസ്ഥാന് ആ സമയം പോവുക സാധ്യമല്ലായിരുന്നു. പൊതുജന വികാരം തിരിച്ചടി കൊടുക്കണം, തിരിച്ച് ആക്രമണം നടത്തണം എന്നതായിരുന്നുവെങ്കിലും ആ സമയം പാകിസ്ഥാൻ അത്തരമൊരു യുദ്ധത്തിലേക്ക് കടക്കാതെ അല്ലെങ്കിൽ അത്തരം റിയാക്ഷൻസിലേക്ക് കടക്കാതെ പാകിസ്ഥാന്റെ ഇറാനിലുള്ള സ്ഥാനപതിയെ തിരിച്ചു വിളിച്ചു. അതേപോലെ തന്നെ ഇറാന്റെ സ്ഥാനപതി ഇറാനിൽ ലീവിലായിരുന്നു, അയാളോട് തിരികെ വരണ്ട എന്ന് ആവശ്യപ്പെട്ടു. ഈ 2 കാര്യങ്ങളാണ് പാകിസ്ഥാൻ ആദ്യമായിട്ട് ചെയ്തത്. മുൻപത്തെ കാലമായിരുന്നെങ്കിൽ പാകിസ്ഥാന് ധൈര്യസമേതം ഒരു യുദ്ധത്തിലേക്ക് പോകാമായിരുന്നു. മുൻപ് അവർക്ക് സപ്പോർട്ടിനായിട്ട് അമേരിക്ക ഉണ്ടായിരുന്നു, സാമ്പത്തികമായും സൈനികമായും സപ്പോർട്ടായിട്ട് അമേരിക്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെ കുറച്ച് കാലമായിട്ട് പാകിസ്ഥാന് അമേരിക്കൻ സപ്പോർട്ട് കിട്ടുന്നില്ല. അതിന് പ്രധാന കാരണം പാകിസ്ഥാൻ ചൈനയോട് അടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ചൈനയോട് അടുത്തതിന് ശേഷം പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതിന് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായും വളരെയധികം ബുദ്ധിമുട്ടിലാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അവർക്ക് പെട്ടെന്നൊരു തിരിച്ചടിയോ പെട്ടെന്നൊരു ആക്രമണത്തിന്റെ ചിന്തയോ ഉണ്ടായില്ല. അതേസമയം ചൈനയാകട്ടെ, പാകിസ്ഥാൻ ഇറാൻ യുദ്ധമുണ്ടായാൽ ചൈനയ്ക്കും പാകിസ്ഥാനെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാൻ ചൈന ബന്ധവും വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൈന മുൻകൈയെടുത്ത്, ചൈന മധ്യസ്ഥത വഹിച്ച് ഇറാനും സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം നേരെയാക്കിയത്. അവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും ആരംഭിച്ചത് ചൈനയുടെ മധ്യസ്ഥതയിലാണ്. അതുപോലെ തന്നെ ഇറാൻ ചൈന ഡീലുകളും വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായാൽ ചൈനയ്ക്ക് അത് നേരിട്ട് പ്രത്യക്ഷമായിട്ട് ഇടപെടാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു പാകിസ്ഥാൻ. അതിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശനത്തിനായിട്ട് ഇറാനിലെത്തി 24 മണിക്കൂറിനുള്ളിലാണ് ഈ ആക്രമണം നടന്നതെന്നത് ഇന്ത്യയിലെ അതിതീവ്ര ദേശീയവാദികൾ ആഘോഷിച്ചു. അവരുടെ അഭിപ്രായ പ്രകാരം ജയശങ്കർ ഇറാനിൽ കാലുകുത്തി ഉടൻ തന്നെ ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന രീതിയിലായിരുന്നു. അതായത് ഇന്ത്യയുടെ കൈ ഉണ്ട് ഇറാന്റെ പാകിസ്ഥാൻ ആക്രമണത്തിൽ എന്ന രീതിയിലായിരുന്നു എക്സിലും മറ്റുമുള്ള ട്വീറ്റുകൾ. പക്ഷെ യഥാർത്ഥത്തിൽ ജയശങ്കർ അവിടെ എത്തിയത് ഇന്ത്യയുടെ ചബഹർ പോർട്ടുമായിട്ടുള്ള ഇഷ്യൂ ഒന്ന് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യ ഇറാനിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന പോർട്ടാണ് ചബഹർ. ചൈന പാകിസ്ഥാനിൽ കിട്ടുന്ന ഗദർ തുറമുഖത്തിന് ബദലായിട്ടാണ് ഇന്ത്യ ചബഹർ തുറമുഖം ഇറാനിൽ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയും സിമിലറായിട്ട് ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി. അതിനെ തുടർന്ന് ഈ ചബഹർ പോർട്ടിന്റെ കണ്ടീഷൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ചബഹർ പോർട്ടിലേക്ക് സാധനങ്ങളുമായിട്ട് പോയ കപ്പൽ അടുപ്പിച്ചതിന് ശേഷം കപ്പലിലുള്ള സാധനങ്ങൾ ഇറക്കാൻ പോലും ഇറാൻ അനുവദിച്ചില്ല. ഇറാനിൽ നിന്ന് ക്രെയിൻ സർവീസ് കിട്ടിയില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ടും ജയശങ്കർ അവിടെ പോയത്. അപ്പോൾ ഇന്ത്യക്ക് ഇറാന്റെ ഈ ആക്രമണത്തിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് പറയുന്നത് തെറ്റായ കാര്യമായിരിക്കും. ഇപ്പോൾ സംഭവിക്കുന്നത് പാകിസ്ഥാൻ ഇറാനിൽ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. ആ ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. 9 ഇറാനിയൻസ് ആണ് കൊല്ലപ്പെട്ടത്. മുൻപ് ഇറാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനും സെയിം എക്സ്ക്യൂസ് തന്നെയാണ് പറയുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഇറാനിലുള്ള
തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിലാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ്. എന്തായാലും ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോയാൽ ഇറാൻ ഇനി പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ അതൊരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യത വളരെയധികമാണ്. കാരണം ഇറാൻ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ വെറുതെ ഇരിക്കുന്നത് പാകിസ്ഥാൻ ദുർബലമാണ് എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വെറുതെ ഇരിക്കാൻ ഇനി പറ്റില്ല. ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയാണ്. അതുപോലെ തന്നെ അവർ സിറിയയിലും ഇറാഖിലും ആക്രമണം നടത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മൊസാദിന്റെ കേന്ദ്രത്തിലേക്കും ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിലേക്കുമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതേസമയം ലെബണനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനും യമനിലെ ഹൂതികൾക്കും സപ്പോർട്ട് നൽകുന്നത്, ആയുധവും ആൾബലവും സാമ്പത്തികവുമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നത് ഇറാനാണ്. ഇറാന്റെ ഒരു പ്രോക്സി ഗ്രൂപ്പുകളാണ് ഇവർ രണ്ടുപേരും. ഇവരും ഹമാസിന് ഒപ്പം ഇസ്രായേലിനുള്ള എതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്നത് ഒരു ബാലിശമായ ചോദ്യമായിട്ട് തോന്നിയേക്കാം. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. മുൻപത്തെ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക് റിലേഷൻ കട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കർശനമായ താക്കീത് കൊടുത്തുകൊണ്ടോ ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചേനെ. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് പാകിസ്ഥാന് തിരിച്ചടിക്കേണ്ടി വന്നത്. ഇതിനു മുമ്പ് 2 തവണ ഇന്ത്യൻ സേനകൾ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമിച്ചിരുന്നു. ഉറിയിൽ ഇന്ത്യൻ ആർമി ആക്രമണം നടത്തിയപ്പോൾ ബാലാകോട്ടിൽ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ആക്രമണം നടത്തിയത്. ആ സമയങ്ങളിലെല്ലാം പാകിസ്ഥാന് തിരിച്ചടിക്കാൻ കഴിയാതെ നിശബ്ദരായി ഇരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ടപ്പോൾ അയാളെയും ഒരു കേടും കൂടാതെ തിരിച്ചയക്കേണ്ടി വന്നു. അന്നത്തെ പാകിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡറിന്റെ ലേറ്റസ്റ്റ് ബുക്ക് പ്രകാരം അന്ന് രാത്രി ഇമ്രാൻഖാൻ കുറേയേറെ തവണ നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ നരേന്ദ്രമോദി കോൾ അറ്റൻഡ് ചെയ്തില്ല. അന്ന് പാകിസ്ഥാന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ത്യ ഏത് സമയവും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയച്ചില്ലെങ്കിൽ ആ സമയം ഒരു യുദ്ധത്തിനുള്ള സാധ്യത വളരെ അധികമായിരുന്നു എന്നാണ് ഇന്ത്യൻ അംബാസിഡർ പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇറാന്റെ ആക്രമണത്തിന് ശേഷം തങ്ങൾ കയ്യും കെട്ടിയിരിക്കുന്നത് തങ്ങളെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തും എന്നുള്ള യാഥാർത്ഥ്യം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. അതോടൊപ്പം ഇന്ത്യയിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇലക്ഷൻ അടുക്കുമ്പോൾ, തീവ്ര ദേശീയ പാർട്ടിയായ BJP ഭരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു റോക്കറ്റെങ്കിലും പാകിസ്ഥാനിലേക്ക് തൊടുത്താൽ അത് ഭരിക്കുന്ന BJPക്ക് ഗുണകരമാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്രമണം അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കൂടായില്ല. അപ്പോൾ ഇന്ത്യ അതിലെന്തെങ്കിലും മുതിരുന്നതിന് മുമ്പ് ഒരു ഡിറ്ററൻസ്, ഒരു താക്കീതായിട്ടാണ് അവർ ഇറാനെ ആക്രമിച്ചത്, ഇറാനെ തിരിച്ചടിച്ചത്. അതായത് ഇന്ത്യൻ സേനകളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് അവർ പറയാതെ പറയുകയാണ് ഈ ചെയ്തത്. ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു. ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലെബണനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനിൽ നിന്ന് ഹൂതികളും എത്തുന്നു. അവരും ആക്രമണം നടത്തുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ഇസ്രായേൽ ലെബണനിലും സിറിയയിലും ഒക്കെ ആക്രമണം നടത്തുന്നു. യമനിലും ആക്രമണം നടത്തുന്നു. ചരക്ക് കപ്പലുകളെ ഹൂതീസ് ആക്രമിക്കുന്നു. ഈ ചരക്ക് കപ്പലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി US-ഉം UK-യും ചേർന്ന് ഹൂതികൾക്കെതിരെ ആക്രമണം തുടങ്ങുന്നു. സിറിയയിലുള്ള റിബലുകൾക്കെതിരെ റഷ്യയും സിറിയയും ബോംബിടുന്നു. യമനിലെ ഹൂതികൾക്കെതിരെ സൗദി അറേബ്യ ആക്രമണം നടത്തുന്നു. അങ്ങനെ ആകെ കലുഷിതമാണ് ഈ ലോകം. എപ്പോൾ വേണമെങ്കിലും ഒരു വേൾഡ് വാർ 3 പോകാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ വേൾഡ് വാർ 3 പോയാൽ നമ്മൾ വിചാരിക്കും നമ്മൾക്കെന്ത് പ്രശ്നം, നമ്മളൊരു മൂലയ്ക്കാണെന്ന്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല എങ്കിലും സാധനങ്ങളുടെ വില കൂടും, ക്രൂഡ് ഓയിലിന്റെ വില കൂടും. അങ്ങനെ ജീവിതം ബുദ്ധിമുട്ടിലാകാൻ സാധ്യതകൾ വളരെയധികമാണ്. ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാൻ പറയുന്നില്ല, പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കി പരസ്പരം തമ്മിലടിച്ച് മനസമാധാനം കളയാതെ ഉള്ള ജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക എന്നതാണ്. ലിവ് ബിഫോർ യു ഡൈ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ഓരോ നിമിഷവും ജീവിക്കുക. താങ്ക് യു.